ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ സ്റ്റുഡിയോയിലാണ് അശ്വിനിയുടെ അവിടെയുള്ളത്. അപ്പോൾ ക്രോപ്പ് ടോപ്പൊക്കെ എടുക്കാൻ അവിടെ നല്ലതാണ്. അപ്പോൾ നമുക്കധികം റേറ്റ് ആവില്ല. നല്ല ഡിഫറെൻറ്റ് മോഡലായിട്ടും ക്രോപ്പ് ടോപ്സ് കിട്ടും. അപ്പോൾ മോൾക്ക് അവിടെ നിന്ന് തന്നെയാണ് ക്രോപ്പ് ടോപ്സൊക്കെ എടുക്കാറ്. അപ്പോൾ നമ്മൾ 2-3 ക്രോപ്പ് ടോപ്സ് അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തു. കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള കാരണം നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. പിന്നെ ക്രോപ്പ് ടോപ്സൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഷോപ്പിലൊക്കെ ഒന്ന് വെറുതെ കറങ്ങി കുറേ കളക്ഷൻസ് പുതിയ വന്നിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ ടൈപ്പ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസ് വെയറൊക്കെ ആയിട്ടും നമുക്ക് ജീൻസിനും സ്കേർട്ടിനൊക്കെ പറ്റുന്ന നല്ല നല്ല ടോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് വേറെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. അങ്ങോട്ട് പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി. എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ബീച്ചിൽ ഒക്കെ പോയ സമയത്ത് 2 ദിവസം അവിടെ നിന്നുണ്ടായിരുന്നു. നമുക്കവിടെ തന്നെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം വീട്ടിൽ നിന്നിട്ട് ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് തിരൂർക്ക് പോകുന്നത്. ഞങ്ങൾ ചെന്നതിൻ്റെ സന്തോഷത്തിന് അമ്മ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. ആദ്യം തന്നെ മുട്ട ചിക്കി പൊരിച്ച് വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചു. മിക്സിയിൽ ഇടേണ്ട, കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പിച്ച് വെച്ചാൽ മതി. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇതൊക്കെ ചേർത്ത് റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ്. പിന്നെ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചു. റൈസ് കുക്ക് ചെയ്യുമ്പോൾ റൈസ് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ബാക്കി വെജിറ്റബിൾസൊക്കെ അതിലോട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും അതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പോൾ എഗ്ഗ് ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും റൈസ് വേവിക്കുമ്പോഴൊക്കെ നമ്മൾ അതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് കൂടാതിരിക്കാനായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഉപ്പ് ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിലും സെപ്പറേറ്റ് ഉപ്പ് ചേർക്കുന്ന കാരണം ഉപ്പ് നമുക്ക് പാകമായിട്ട് വരും. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസ് അതിലോട്ട് ചേർക്കുക. റൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. റൈസ് പൊട്ടി പോവാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് കാരണം നമ്മൾ നല്ലോണം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടായി. കാരണം റൈസും കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് സോയാ സോസും കൂടി ഒഴിക്കുക. ഇതും കൂടി ചേർത്തിട്ട് വേണം റൈസ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ചേർത്തില്ല. സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫ്ലേവറിലായിട്ട് ഫ്രൈഡ് റൈസ് കിട്ടും. അപ്പോൾ നമ്മളത് ഇല്ലാത്ത കാരണം ചേർത്തുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഫ്രൈഡ് റൈസ് നല്ല സ്വാദുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ക്വാണ്ടിറ്റി ഉള്ള കാരണം മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു എന്ന് മാത്രം. എന്നാലും അത് പൊട്ടാതെ നന്നായിട്ട് എല്ലാവിടെയും മിക്സ് ചെയ്തെടുത്തു. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ റെഡിയാക്കി കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. നമ്മളിപ്പോൾ അത് അധികം ചെയ്ത കാരണം കുറച്ച് ടൈം എടുത്തു അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുത്ത് വയ്ക്കുമ്പോൾ റൈസ് തലേ ദിവസം തന്നെ കുക്ക് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ രാവിലെ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ലഞ്ച് കഴിക്കാൻ അവർക്ക് നല്ല താല്പര്യവും, കാരണം അവർക്ക് ഓൾറെഡി ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്.
പിന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങൾ മാത്രം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടന് തൃശ്ശൂർ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടന് വേഗം ഫുഡ് കൊടുത്തു. അപ്പോൾ ചേട്ടൻ കഴിക്കാതിരുന്നതിൻ്റെ ഒപ്പം കുട്ടികൾക്കും ഫുഡ് കൊടുത്തു. അപ്പോൾ പിന്നെ ഞാനും കൂടി ഇരുന്നു. പിന്നെ അവരാണെന്ന് നൈറ്റ് ഇത്തിരി ലേറ്റായിട്ട് കഴിക്കുക. അപ്പോൾ അവർ കഴിക്കണ സമയമായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാണെന്ന് കുറച്ച് നേരത്തോടെ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ വേഗം കഴിഞ്ഞു. അമ്മാമ്മയ്ക്ക് ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഞങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അമ്മാമ്മയ്ക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ എവിടെ നിന്ന് കിട്ടിയാലും അത് കൊണ്ടുവന്ന് വളർത്തിയെടുക്കും. ഈ ചെടി തന്നെ നിറയെ പൂവുണ്ടായി കഴിഞ്ഞാൽ ആ ചെടി തന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ അത് പൂവുണ്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ ചെറിയ ഇല പൊട്ടിച്ചിട്ട് പുതിയതായിട്ട് പിടിപ്പിക്കണം. അപ്പോൾ അമ്മാമ്മ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് അമ്മാമ്മയുടെ കയ്യിൽ എപ്പോഴും ചെടി ഉണ്ടാവും. നമ്മളൊക്കെ ചെടി ഉണങ്ങിപ്പോയിട്ട് അമ്മാമ്മയുടെ കയ്യിൽ നിന്നാണ് മേടിക്കുക. ഇലച്ചെടികളും കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ താഴെ നിൽക്കുന്നത് മിൻറ്റ് ലീഫാണ് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് മിളകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആൾ എല്ലാം കൂടി ഒന്നിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇലച്ചെടികളാണെന്ന് വെച്ചാൽ പല വെറൈറ്റി ഉണ്ട്. പൂക്കളുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാ ചെടിയും ആൾക്ക് നല്ല ഇഷ്ടമാണ്. ആൾ ഫുഡ് കഴിക്കാൻ നിന്നില്ലെങ്കിലും ചെടിയൊക്കെ കൃത്യമായിട്ട് നോക്കി കറക്റ്റാക്കിയിട്ട് വയ്ക്കും. അപ്പോൾ അതേ ആൾ വെള്ളം ഒഴിക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കാലത്ത് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും മുന്നേ നനച്ചിട്ടാണ് ഫുഡ് കഴിക്കുക. ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് നേരം വൈകാൻ പാടില്ലല്ലോ. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ പച്ചമുളക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെടിയും പച്ചക്കറിയും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം കൂടി ആൾ നന്നായിട്ട് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി വളർത്തിയിട്ടുണ്ടാക്കും. ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് നല്ല ഭംഗിയാണ്. നമുക്കത് കാണുമ്പോഴേക്കൊരു സന്തോഷം. ആൾക്കാണെങ്കിൽ അതൊരു ജോലിയായിട്ടല്ല ചെയ്യണേ. ആൾക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആൾ ചെടി നോക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് ലൈഫിൽ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ എത്ര തിരക്കാന്ന് വെച്ചാലും സമയം കണ്ടെത്തും. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നത് മുഴുവൻ കൂടുതലും ഇല തന്നെയായിട്ടുള്ള ചെടികളുണ്ട്. അപ്പോൾ പൂവ് തന്നെ വേണമെന്നൊന്നുമില്ല. എന്ത് ചെടിയായാലും ആൾ നല്ല പൊന്നു പോലെ നോക്കി വളർത്തിയിട്ടുണ്ടാക്കും. കുറേ ചെടികളൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു കറിവേപ്പ് ഉണ്ട്. അതുമ്മയാണ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ അതങ്ങനെ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ താഴെ ഇറക്കി വെച്ചു. കുറേ ചെടികൾ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റെപ്പിൻ്റെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ വണ്ടി എടുക്കുമ്പോൾ അത് സ്പേസ് ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെടി കേടാവാതിരിക്കാനായിട്ട് ഇങ്ങനെ എല്ലാം ഒരു അരിക്കന് ചേർത്ത് വെച്ച് വെക്കുകയാണ്. അപ്പോൾ പിന്നെ വണ്ടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ല, ചെടി കേടാവില്ലല്ലോ. അല്ലെങ്കിൽ ആൾക്ക് ചെടിയൊക്കെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനും നല്ല ഭംഗിയാക്കിയിട്ട് വെക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല രസമായിട്ട് വെക്കുകയും ചെയ്യും. 1-2 ചെടികളൊക്കെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിലാകുമ്പോൾ അത് ശല്യമില്ലാതെ അവിടെ നല്ല വൃത്തിയായിട്ടിരിക്കുമല്ലോ. പിന്നെ ബാക്കി കുറച്ച് ചെടികൾ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്നത് ആൾ അകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.